മതാടിസ്ഥാനത്തിൽ സംവരണം സാധ്യമല്ല. സുപ്രീം കോടതിയിൽ നിന്ന് സംവരണ വിഷയത്തിൽ വാക്കാലുണ്ടായ പരാമർശമാണിത്. പശ്ചിമബംഗാളിലെ 77 സമുദായങ്ങളുടെ OBC പദവി റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ഹർജിക്കിടെയായിരുന്നു ഈ നിരീക്ഷണം വന്നത്. കേസിൽ അന്തിമ വിധി വന്നിട്ടില്ലെങ്കിലും സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിധി ശരിവയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ദോഷകരമായി ബാധിക്കുക സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗത്തെയാണ്. കാരണം പശ്ചിമബംഗാളിലെ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 2 കോടിയിലേറെയാണ്. കൂടാതെ മൊത്തം 77 സമുദായങ്ങൾക്ക് OBC പദവി നൽകിയപ്പോൾ പുതുതായി മമതാ സർക്കാർ ഉൾപ്പെടുത്തിയ 43 ഉപവിഭാഗങ്ങളിൽ 41 മുസ്ലിം വിഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്താണ് സംവരണം നൽകിയതെന്ന മറുപടി അപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നൽകി. ഒപ്പം എല്ലാ സമുദായങ്ങളിലും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മമതാ സർക്കാർ സർവേ നടത്തിയാണ് കൂടുതൽ ഉപജാതികളെ സംവരണ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയെന്ന വാദം നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയും അംഗീകരിച്ചിരുന്നില്ല. ഈ വർഷം ആദ്യ പകുതിയിലാണ് 2010 ശേഷം പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്കുള്ള OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കുന്ന വിധി കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇനി കേസിനാസ്പദമായ വിഷയത്തിലേക്ക് പോയാൽ 2012 ഇതിൻ്റെ തുടക്കം. 2012 വരെ സംസ്ഥാനത്തെ ജോലികളിൽ OBC സംവരണം 7% 2012 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തൃണമൂൽ കോൺഗ്രസ് ഇത് സംബന്ധിച്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിൽ 90% പേർക്കും ഈ ബില്ല് പ്രകാരം OBC ആനുകൂല്യം ലഭിക്കുമായിരുന്നു. അന്നത്തെ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യയുടെ 87.01% വരുന്ന 53 ഉപവിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ബുദ്ധദേവ് സർക്കാർ OBC സംവരണം 7 നിന്ന് 17% ഉയർത്തി. ബംഗാൾ സർക്കാർ ജീവനക്കാരിൽ മുസ്ലിം ജീവനക്കാർ 3.05% മാത്രമാണെന്നാണ് സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഇടതുപക്ഷ സർക്കാർ രംഗനാഥ മിശ്രയെ അധ്യക്ഷനാക്കി കമ്മീഷനെ നിയമിച്ചു. OBC സംവരണം 7 നിന്ന് 17% ഉയർത്തി മുസ്ലിങ്ങൾ നേരിടുന്ന വിവേചനം പരിഹരിക്കണമെന്നായിരുന്നു രംഗനാഥ മിശ്രയുടെ റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് ബുദ്ധദേവ് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. 42 സമുദായങ്ങളെ അധികമായി OBCയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന നിർദ്ദേശം OBC കമ്മീഷൻ സർക്കാരിന് നൽകി. എന്നാൽ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടില്ല. തുടർന്ന് വന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പശ്ചിമബംഗാൾ പിന്നോക്ക വിഭാഗ നിയമരേഖ തയ്യാറാക്കി. അതിൽ 77 സമുദായങ്ങളെ OBC വിഭാഗങ്ങളായി നിശ്ചയിച്ചു. ഇവർക്ക് OBC സർട്ടിഫിക്കറ്റ് നൽകാനും ഉത്തരവായി. ഈ നിയമത്തെ ചോദ്യം ചെയ്ത് ആ വർഷം തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. കേസ് 12 വർഷം നീണ്ടു. പിന്നാലെ വന്ന വിധിയിൽ പശ്ചിമബംഗാൾ പിന്നോക്ക വിഭാഗ നിയമത്തിലെ സെഷൻ 16 റദ്ദാക്കുകയാണെന്ന് കോടതി വിധിയിൽ പറഞ്ഞു. OBC കമ്മീഷൻ്റെ അംഗീകാരമില്ലാതെ 37 സമുദായങ്ങളെ OBCയായി അംഗീകരിച്ചത് സ്വീകാര്യമല്ലെന്ന് കോടതി വ്യക്തമാക്കി. OBC കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പാണ് OBC കമ്മ്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. എന്നിട്ടത് നടപ്പാക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. നിയമസഭ പാസാക്കിയ ആ നിയമമാണ് കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയത്. മുസ്ലിങ്ങളിൽ ചില വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് വിധിന്യായത്തിൽ ജസ്റ്റിസ് തപബ്രത ചക്രവർത്തിയും ജസ്റ്റിസ് രാജശേഖര മൻദയും പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനെതിരായി സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി ബെഞ്ചിൻ്റെ മുന്നിലെത്തിയത്. കേസ് വീണ്ടും അടുത്ത വർഷം ജനുവരിയിലാണ് പരിഗണിക്കുക.